നമസ്കാരം. പാകിസ്ഥാനിൽ അഭയം നേടിയ 50-ലധികം അഫ്ഗാൻ വനിതാവകാശ പ്രവർത്തകർ നാടുകടത്തൽ ഭീഷണിയിലാണെന്ന ഒരു വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നു. തിരികെ അഫ്ഗാനിസ്ഥാനിലെത്തിയാൽ താലിബാൻ ഭരണകൂടം തങ്ങളെ വധിക്കുമോ തടവിലാക്കുകയോ ചെയ്യുമെന്നാണ് ഇവർ ഭയപ്പെടുന്നത്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളാകുകയും അതിർത്തി മേഖലകളിൽ തീവ്രവാദി ആക്രമണങ്ങൾ വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ഇത്തരത്തിലൊരു നിർണായക തീരുമാനം കൈക്കൊണ്ടത്. ദശലക്ഷക്കണക്കിനുള്ള അഫ്ഗാൻ അഭയാർത്ഥികളെ നാടുകടത്താനാണ് പാകിസ്ഥാൻ സർക്കാരിന്റെ നീക്കം. രാജ്യത്ത് തീവ്രവാദവും കുറ്റകൃത്യവും വളർത്തുന്ന അഫ്ഗാൻകാർ ഭീകരരും രാജ്യദ്രോഹികളുമാണെന്നാണ് പാകിസ്ഥാനിലെ മന്ത്രിമാർ തന്നെ ആരോപിക്കുന്നത്. 2023 സെപ്റ്റംബർ മുതലാണ് പാകിസ്ഥാൻ അഫ്ഗാൻ അഭയാർത്ഥികളെ നാടുകടത്താൻ തുടങ്ങിയത്. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ സമീപകാല റിപ്പോർട്ട് അനുസരിച്ച് ഇതുവരെ കുറഞ്ഞത് 8 ലക്ഷത്തിൽ പരം അഫ്ഗാൻ പൗരന്മാരെയെങ്കിലും നിർബന്ധിതമായി അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചയച്ചിട്ടുണ്ട്. അവിടെ ഇവർ താലിബാന്റെ പീഡനത്തിന് ഇരയാകാനുള്ള യഥാർത്ഥ സാധ്യത വളരെ കൂടുതലാണ്. ഇതാണ് സംഘടന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഭീഷണി നേരിടുന്നവരിൽ 60ഓളം വനിതാ ആക്ടിവിസ്റ്റുകളും മനുഷ്യാവകാശ സംരക്ഷകരും ഉൾപ്പെടുന്നു. സ്ത്രീകളുടെ അവകാശങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടി അഫ്ഗാനിൽ പ്രതിഷേധം ഉയർത്തിയിരുന്ന ഇവർ താലിബാൻ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് പാകിസ്ഥാനിൽ എത്തിയത്. ഇപ്പോൾ ഇസ്ലാമാബാദ്, റാവൽപിണ്ടി നഗരങ്ങളിൽ പോലീസ് വീടുതോറും കയറിയിറങ്ങി അഫ്ഗാനികളെ അറസ്റ്റ് ചെയ്യുകയാണ്. ഇവരിൽ നിന്ന് പോലീസ് വൻതോതിൽ കൈക്കൂലി ആവശ്യപ്പെടുകയാണെന്നും പലരും ഒളിവിൽ പോകാൻ നിർബന്ധിതരായെന്നും റിപ്പോർട്ടുകളുണ്ട്. 2021 താലിബാൻ വീണ്ടും അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഫുമൈറ അലിയും 7 വർഷം അഫ്ഗാനിസ്ഥാനിൽ വനിതാ അവകാശ വിദ്യാഭ്യാസ പ്രവർത്തകനായി പ്രവർത്തിച്ചിരുന്നു. താലിബാന്റെ നിലപാടുകൾക്കെതിരെ തെരുവുകളിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ തയ്യാറായ ഒരു കൂട്ടം സ്ത്രീകളിൽ അവരും ഉൾപ്പെടുന്നു. താലിബാന്റെ ഭീഷണിയെ തുടർന്നാണ് 2022 ഇവർ പാകിസ്ഥാനിൽ എത്തിയത്. തെരച്ചിലിനായി എത്തുന്ന പോലീസിനെ പേടിച്ച് വീടിന്റെ തട്ടിന് പുറത്ത് 2 ചെറിയ കുട്ടികളും ഒത്ത് ഇവർക്ക് ഒളിച്ചിരിക്കേണ്ടി വന്നിട്ടുണ്ട്. തിരികെ അഫ്ഗാനിസ്ഥാനിൽ എത്തിയാൽ മരണം ഉറപ്പാണെന്നാണ് ഹുമൈറ പറയുന്നത്. ഇത്തരത്തിലുള്ള നിരവധി സ്ത്രീകൾ ഇപ്പോൾ പാകിസ്ഥാനിൽ കഴിയുന്നതായും അവർ വെളിപ്പെടുത്തി. ഇവരെ അഫ്ഗാനിസ്ഥാനിലേക്ക് നാടുകടത്തുന്നതിന് വധശിക്ഷ നൽകുന്നതിന് തുല്യമാണെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്. രേഖകളില്ലാത്ത എല്ലാ അഫ്ഗാൻ പൗരന്മാർക്കും രാജ്യം വിടാൻ ഇന്ന് വരെയാണ് പാകിസ്ഥാൻ സർക്കാർ സമയപരിധി നൽകിയിട്ടുള്ളത്. അല്ലാത്ത പക്ഷം അവരെ അറസ്റ്റ് ചെയ്യും. തങ്ങൾക്കും മറ്റ് വനിതാ പ്രവർത്തകർക്കും അഭയം നൽകാൻ കഴിയുന്ന ഒരു 3ാം രാജ്യം കണ്ടെത്തുന്നതിന് കൂടുതൽ സമയം ആവശ്യപ്പെടുകയാണെന്ന് അലീം പറഞ്ഞു. നിലവിൽ ബ്രസീലിൽ നിന്ന് ഒരു വാഗ്ദാനം ലഭിക്കുമോ അതോ മറ്റ് രാജ്യങ്ങൾ അവർക്ക് സുരക്ഷിതമായ ഒരു താവളം വാഗ്ദാനം ചെയ്യുമോ എന്നറിയാൻ അവർ കാത്തിരിക്കുകയാണ്. അതേസമയം പാകിസ്ഥാൻ അഭയാർത്ഥികളുടെ അവകാശങ്ങൾ നിഷേധിക്കുകയാണെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ കുറ്റപ്പെടുത്തുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.